സുധാകരൻ ഇടനിലക്കാരനായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. കണ്ണൂർ ഗീതാ ബാറിന്റെ മുൻ പാർട്ട്ണർ ജോസ് ഇല്ലിക്കലാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ജസ്റ്റിസ് പാണ്ഡ്യനാണ് കോഴ നൽകിയത്. സുധാകരൻ ഫോണിലൂടെ എന്ന വ്യക്തി മുഖേനയാണ് തമിഴ്നാട്ടുകാരനായ ജസ്റ്റിസ് പാണ്ഡ്യനുമായി ബന്ധപ്പെട്ടതെന്ന് ജോസ് ഇല്ലിക്കൽ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. അതിനേക്കാൾ ഉപരിയായിട്ട് അന്ന് KPCCക്കും കരുണാകരന്റെ നോമിനി എന്നുള്ള നിലയ്ക്ക് വീട്ടിൽ കൂടാതെ രവീന്ദ്ര ബാബു KPCC മീൻസ് വയലാറിയുടെ വീട്ടിൽ രവീന്ദ്രബാബുന്റെ വീട്ടിൽ അങ്ങനെ 30 ലക്ഷം രൂപ 3 ചെറിയ ബ്രീഫ് കേസുകളിലാക്കി അവർക്കും കൂടുതലുണ്ടായി. കെ സുധാകരൻ കണ്ണൂർക്കാരനാണല്ലോ. റെസിഡൻസിയുടെ ഇപ്പോഴത്തെ ഗീത റെസിഡൻസി പഴയ ഗീതാ ബാർ അതിന്റെ ഒരു പാർട്ണറായിരുന്നു മരിച്ചുപോയ ഗീതാ ബേക്കറി എന്ന ഒരു ഗീതാ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അയാളുടെ ബന്ധുക്കളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നിരവധി കേസുകളും ഹൈക്കോടതി പോലുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്ന കാര്യത്തിലൊക്കെ ഈ ശ്രീമാൻ സുധാകരനാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ജഡ്ജിക്ക് കോടതിന് സുധാകരൻ ഇടനിലക്കാരനായിരുന്നുവെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സുധാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി